സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയത്തിന് അർഹത നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അതുകൂടാതെ ITI, പോളിടെക്നിക് പോലെയുള്ള വിദ്യാഭ്യാസ കോഴ്സുകൾക്കും SLC കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അതായത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഏകജാലക സംവിധാനത്തിലൂടെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ മെയ് 16 മുതൽ 25 വരെ 2024 മെയ് 16 മുതൽ 25 വരെ ഓൺലൈനിലൂടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് ഈ ഏകജാലക സംവിധാനത്തിന്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും അതുപോലെ തന്നെ അതിന്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയാണ്. ഡേറ്റ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, മെയ് 16 മുതൽ 25 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് മെയ് 29-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ട്രയൽ അലോട്ട്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പറ്റും, കൂട്ടിച്ചേർക്കലുകൾ പറ്റും, തിരുത്തലുകൾ പറ്റും. ട്രയൽ അലോട്ട്മെന്റ് അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് വിശദമായിട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഒന്നാമത്തെ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 5-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി. രണ്ടാമത്തെ അലോട്ട്മെന്റ് ജൂൺ 12-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. മൂന്നാമത്തെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 19-ാം തീയതിയാണ്. ആദ്യഘട്ടത്തിൽ 3 അലോട്ട്മെന്റ് ആണ് ഉള്ളത്. അതിനുശേഷം ജൂൺ 24-ാം തീയതിയാണ് സംസ്ഥാനത്ത് +1 ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഷെഡ്യൂൾ. അപ്പോൾ അതിനുശേഷം വരുന്ന ഒഴിവുകളിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും അതുപോലെ തന്നെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ജൂലൈ 31-നാണ് ഈ അഡ്മിഷൻ പ്രോസസ്സ് അവസാനിക്കുന്ന തീയതിയായിട്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപേക്ഷ എങ്ങനെ പൂരിപ്പിക്കാം, അപേക്ഷകൾ എങ്ങനെ ഓൺലൈനിലൂടെ നൽകാം എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റു വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് വളരെ കൃത്യമായിട്ടുള്ള തെറ്റുവരാതെ ഓൺലൈനിൽ അപേക്ഷകൾ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഓക്കെ.